നമസ്കാരം. ശ്രീ രാജേഷ് നാദാപുരത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലും ഇന്ന് കാര്യവട്ടത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അവിടെ പങ്കെടുത്തു. രാമായണം എന്നൊരു മഹാകാവ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജേഷ് ജി വ്യക്തമായിട്ട് ക്ലാസ്സുകളെല്ലാം ഒരു വ്യക്തിക്ക് അറിയേണ്ട ഭഗവത്ഗീത, രാമായണം, പിന്നെ അതുപോലെ മഹാഭാരതം എന്നിവയുടെ സത്തകളെ സജ്ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ സമയം വോയിസായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു അരമണിക്കൂർ അതിനെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്ലാസ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല പല സംഭവങ്ങളും, പിന്നെ കൗൺസിലിങ്, ആയാമം, പിന്നെ സ്വദേശീവൽക്കരണം, അങ്ങനെ പല കാര്യങ്ങളും രാജേഷ് ജി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ രാമായണ പാരായണത്തിന് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പരിപാടി നടത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും രാമായണ മാസമായ ഈ മാസം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട്, അതും 100-ൽ പരം കുട്ടികൾ അതിൽ പങ്കെടുത്തു. ശരിക്ക് രാമായണവും മഹാഭാരതവും പുരാണങ്ങളൊക്കെ പ്രായമുള്ളവർ പഠിക്കേണ്ടതല്ല, കുട്ടികളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. കഥയിൽ രാമനെക്കുറിച്ച് പറയുന്നത്, രാമൻ എന്നൊരു അതിനെ ഭഗവാനായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഒരു വ്യക്തിയായിട്ട് കാണുമ്പം അതിലെ ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. രാമായണത്തിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി പറയാണ് കാട്ടിലേക്ക് പോകണമെന്ന്. അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മരവുരി എടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ട രാമൻ്റെ അതാണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു. രാജ്യഭരണം കിട്ടിയാലും രാജ്യം ഭരിക്കും, അത് നഷ്ടപ്പെട്ടാലും കാട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും അവിടെയും ഞാൻ ഇതേ സംതൃപ്തിയോടെ ജീവിക്കുന്നുള്ള ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് അങ്ങ് കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത്, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി. ഇന്നത്തെ കാലത്ത് മക്കളത് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഭാരത സംസ്കാരം പകർന്നു നൽകിയ മൂല്യങ്ങളിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കൂടുതലും ജോലി സമ്പാദിക്കുക എന്നുള്ളൊരൊറ്റ ഇതായിപ്പോയി. ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജോലി സമ്പാദിക്കുക എന്നുള്ളതിലേക്ക് മാറിപ്പോയി. അത് മാറണം. നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ രാമായണം ഇങ്ങനൊരു സംഭവം പണ്ട് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവുകൾ ഒത്തിരി ഉണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളപ്പോൾ അതിൽ വിശ്വസിക്കണം എന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു കഥയായിട്ട്, ഇപ്പം ആമയും മുയലും പന്തയം വെച്ചു എന്നുള്ളൊരു കഥ നമ്മളെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആമയും മുയലും തമ്മിൽ ശരിക്കും പന്തയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അതൊരു കഥയായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പം അലസനായ വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആ സഹോദര സ്നേഹങ്ങൾ, ഹനുമാൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ നിശ്ചയദാർഢ്യവും സീതയെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുന്നതും തിരിച്ചു വരുന്നതും ലങ്കയിൽ വെച്ചുണ്ടാകുന്ന സംഭവങ്ങളും, രാമായണത്തിലെ ഓരോ ഭരതൻ്റെ കഥാപാത്രം, ഭരതൻ്റെ കൈകേയി മാതാവ് ഭരതന് വേണ്ടിയിട്ടാണ് രാജ്യം ചോദിച്ചു വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഭരതൻ പറഞ്ഞത് എന്താ അറിയോ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാമനെ ആയിരുന്നല്ലോ, പിന്നെ അമ്മ എന്തിന് രാമനെ കാട്ടിൽ പറഞ്ഞയച്ചു? പക്ഷെ അത് മന്ദര എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ സംസർഗത്തിൽ നിന്നും വന്ന ഒരു ഇതാണ്. പക്ഷെ എന്തായാലും ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ജ്യേഷ്ഠൻ്റെ പാതുകം വെച്ചിട്ട് 14 വർഷം രാജ്യം ഭരിച്ചു ഭരതൻ. ഒരു സിംഹാസനത്തിൽ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. ജ്യേഷ്ഠൻ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രം ധരിച്ച് 14 വർഷം രാജ്യം ഭരിച്ച ഭരതൻ. ആ സഹോദര സ്നേഹം, ആ 4 പേരുടെയും സഹോദര സ്നേഹം, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥകൾ തന്നെയല്ലേ. അപ്പോൾ ഈ രാമായണ മാസത്തിലെ രാമായണത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പഴയ മുത്തശ്ശിമാർ വീടുകളിൽ ചൊല്ലിയും പറഞ്ഞു കൊടുത്തു ഇരുന്നത്, ശരിക്കും ഇതൊക്കെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കഥയായിട്ട് പഠിപ്പിച്ചാൽ മതി, ഒരു മതത്തിൻ്റെ വിശ്വാസമായിട്ടോ ഹിന്ദുക്കളുടെ ആചാരമായിട്ടോ ഒന്നുമല്ല, ഒരു കഥയായിട്ടെങ്കിലും പഠിപ്പിക്കട്ടെ. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തു ആയാലും ത്യാഗത്തിൻ്റെ പര്യായമായ യേശുക്രിസ്തു പറയുന്നതും, അള്ളാഹു പറഞ്ഞിരിക്കുന്ന എന്താ, താൻ തൻ്റെ അയൽക്കാരനെ
അതായത് സക്കാത്ത് കൊടുത്തും സഹകരിച്ചും അയൽക്കാർ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങില്ല എന്ന് പറയുന്ന അള്ളാഹുവിനെ പോലുള്ളവരും ഗുരുനാനാക്കിനെ പോലുള്ള ശത്രുക്കളെ ധൈര്യത്തോടെ നേരിട്ടുള്ള ആൾക്കാരും മഹാവീരന്മാരും, അങ്ങനെ നമ്മുടെ ഈ ഭാരതത്തിൽ പറഞ്ഞ എല്ലാ വ്യക്തികളും എല്ലാ ചരിത്രത്തിലുള്ള സംഭവങ്ങളും നമുക്ക് മൂല്യങ്ങൾ നൽകുന്നതാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ആ മൂല്യം നഷ്ടപ്പെട്ടോ എന്നൊരു അതുകൊണ്ട് രാമായണം നിങ്ങളെല്ലാ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരത് വായിച്ച് പഠിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇവിടേക്ക് എന്നെ ഈ കാര്യം അറിയിച്ച സനാതനം ധർമ്മ പാഠശാലയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ അശ്വതി മാഡത്തിനും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അവരെ കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നു. നമസ്കാരം.